വീണയെ പ്രശംസിക്കാൻ ഈ നാട്ടിൽ ആളുണ്ട്, അതറിയാമോ? വീണ ഇപ്പൊ ഒരു ആരാധന പറഞ്ഞല്ലോ ഒരു ആർട്ടിസ്റ്റിനോട്. വീണയെ പ്രശംസിക്കുന്ന ആൾക്കാരും ഈ നാട്ടിലുണ്ട്. ഉണ്ടെന്നേ, അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ഈ നാട്ടിൽ എന്തെല്ലോ അത്ഭുതങ്ങൾ. ചിലപ്പോ ഒരു കാര്യം ഞാൻ ഒരാളൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, നോക്കിക്കോ. ഒരാൾ അയച്ച വീഡിയോ വിജയ് സേതുപതി ചുമ്മാ അയ്യോ അതിന്റെ കൂടെ ഇത് കുറച്ചുകൂടെ നീട്ടായിരുന്നു അല്ലേ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലട്ടാ. വീണക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമേ ഇങ്ങനെ കഴിക്കുള്ളൂ. ദൈവം സഹായിച്ച എന്ത് കൊടുത്താലും ഇഷ്ടം വലിച്ചു വാരി കഴിച്ചോളൂ. അല്ല, അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഭാഗ്യല്ലേ? അല്ലേ? വേണ്ട, നോക്കി അവരെ കൈയടിക്കുന്നുണ്ടോ? നിന്റെ ഭാഗ്യം മേടിച്ചു തന്നെ അവന്റെ അവസാനം ആലോചിച്ചാൽ ഞാൻ തന്നെയാ വാങ്ങിക്കുന്നേ. ഏത്? എന്റെ വീട്ടിലെ ഫുഡ്. ഇദ്ദേഹം അറിയപ്പെട്ട ഒരു കാഥികനാണ്. കേരള ബാക്ക് പേജിലൊക്കെ കാഥികൻ നിരണം രാജൻ, ഡോക്ടർ എന്നുകൂടെ എഴുതുന്നുണ്ട്. ഡോക്ടറാണോ? ഡോക്ടർ ഡിഗ്രിയാണ്. ഡോക്ടർ നിരണം രാജനാണ്. അതെ അതെ. അപ്പൊ താങ്കൾ എല്ലാം കൂടെ എത്ര കഥാപ്രസംഗം പറഞ്ഞു കഴിഞ്ഞു? ഏതാണ്ട് ഒരു 35ഓളം കഥാപ്രസംഗ കലയിലെ അനുഗ്രഹീതനാണല്ലോ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു നായികയെ അവതരിപ്പിച്ചത് വീണയ്ക്ക് യോജിക്കുന്ന ഒരു 2 ലൈൻ ഒന്ന് പാടി. താങ്കൾ അവതരിപ്പിച്ച കഥാപ്രസംഗത്തിൽ ഒരുപാട് നായികരെ അവതരിപ്പിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഞാനെന്നല്ല ലോകമെമ്പാടുമുള്ള ആരാധകർ ഇഷ്ടപ്പെടുന്നതാണ് സാംബശിവൻ. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഒരു നായികയും ഞാൻ വീണയുമായിട്ട് കമ്പയർ ചെയ്ത്, അപ്സരസാണെന്റെ ഇഷ്ടമൻ കൃത്യമായി പാടുമാടും സുഖ സമ്മേളനങ്ങളിൽ. വീണയാണെങ്കിൽ സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കുന്നൊരു കാലവും നിന്നെ ഞാൻ, അപ്സരസാണെന്റെ വീണ. ഓ എന്റെ പൊന്നു ചേട്ടാ, എത്ര നേരം ഇവരെന്നെ ഒന്ന് കൊന്നിട്ട് ഇത് കേട്ടപ്പോ എനിക്കൊരു സമാധാനം. പക്ഷേ ചേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. പാട്ട് ഗംഭീരമാണ് ചേട്ടാ, പാട്ട് സൂപ്പർ. ചേട്ടന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമായെന്ന് പറയുന്നത് അറിയോ? ഷാജി നോക്കി വെച്ചിട്ടുണ്ട്. വെറുതെ നോക്കിയത് മാത്രമല്ല, എങ്ങനെയും കൂടി കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ അതെ, മാത്രമല്ല പാട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പാഷാണൻ ഷാജി പറഞ്ഞാൽ അതിന് 1000 അർത്ഥങ്ങളുണ്ട്. ഇനിയിപ്പോ എന്നാ വേദി? ഇനിയും അടുത്ത കഥാപ്രസംഗം ഇവിടെ അടുത്ത ഇനി ഓണത്തിന് എനിക്ക് ഒരു 3-4 ബുക്കിംഗ് ആയിട്ടുണ്ട്. സൂക്ഷിച്ച് റിഹേഴ്സൽ എടുത്ത് പോകണം കേട്ടോ. രാജേട്ടൻ വേഗം അവിടെ ഇരുന്നുള്ളൂ. ഷാജി തയ്യാറെടുക്കുന്നുണ്ട്. ഷാജി ഒന്നും പറയത്തില്ല. ഞാൻ വീണേനെ നമ്മളൊന്നും പറയരുത്, പറഞ്ഞാൽ നന്നായി പോവും. ഇങ്ങനെ തന്നെ നിന്ന് അന്യം നിന്ന് പോട്ടെ. ഇങ്ങനെ തന്നെ കഥാപ്രസംഗം 2-3 വർഷം സ്റ്റേറ്റിലെ വിന്നറായിരുന്നു ഞാൻ. അപ്പൊ അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. എനിക്ക് ഭയങ്കര ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സബ് കർണാട്ടിക് മ്യൂസിക് പഠിച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹം പാടിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് കഥാപ്രസംഗം പറയുമ്പോഴത്തേക്ക് പാട്ട് മൊത്തം പാടണ്ടേ? അല്ലല്ല, മുഴുവനായിട്ട് പാടുന്നത്. ഞാൻ അന്ന് രാവണപുത്രി എന്ന് പറഞ്ഞ കഥയായിരുന്നു. അതെ അതെ, അതായിരുന്നു ഞാൻ അവതരിപ്പിച്ചു. അത് അങ്ങോട്ട് നോക്കൂ. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചൂരണാങ്കണം, രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തട്ടി വീണു നിഴലുകൾ. ഷാജിയുടെ ഒരു പാട്ടെടുക്കാനുണ്ടല്ലോ നമുക്ക്. ഷാജിയുടെ പാട്ട്. ഷാജി എനിക്കൊന്ന് നമ്മുടെ സ്ക്രീനിലൊക്കെ പ്രേക്ഷകർക്ക് പരിചയമുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ട്. 4 വരി ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പാടിപ്പോലോ. അതല്ല, ഈ പ്രേക്ഷകരുടെ ഒരു ക്ഷമാശീലം ഭയങ്കര അതാണ്. 4 വരി എത്തുമ്പോഴത്തേക്ക് നമ്മൾ പാടും. 10 വരി പാടണമെന്നോർത്താ പാടുന്നത്. 4 വരിയാകുമ്പോൾ ഓഡിയൻസിന്റെ മുഖം കാണുമ്പോഴത്തേക്ക് നമ്മൾ പതി സ്റ്റോപ്പ് ചെയ്യണം. നമുക്കൊരു തിരിച്ചറിവ്. പിന്നെ ആരിയെന്നെല്ലിൻ്റെ പോലെ ഞാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട്, ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ട് കേട്ട് നീയുറങ്ങ്. ആരിയെന്നെല്ലിൻ്റെ പോലെ ഞാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട്, ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ട് കേട്ട് നീയുറങ്ങ്. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാണ്. മാല, ചെണ്ട് ഇതെല്ലാം വേണമെങ്കിൽ അല്ലേ? അല്ലേ, പൂമാല പറഞ്ഞല്ലേ അല്ലേ? കലാഭമണിയായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം? പഠിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ഷോ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ഷോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ചെന്നൈയിലെ മണിച്ചിരുന്നു. അവിടെ നിന്നുണ്ട് എനി ടൈം വിളിച്ച് ഓരോ കാര്യങ്ങളെല്ലാം തിരക്കി പിറ്റേ ആ ടൈമിന്
അടക്കം ചെയ്യുന്ന സമയം വരെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എത്താൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾ മിമിക്രിക്കാർക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു മണിച്ചേട്ടൻ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം ചേട്ടനെ പോലെയായിരുന്നു. കേരളത്തിലെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് മണിച്ചേട്ടന്. അതെ അതെ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളൊരു മൂത്ത സഹോദരൻ ആ രീതിയിലാണ് എല്ലാവരും. വീണ ഒരുപാട് ഷോസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ ഷോ ചെയ്തിട്ടുണ്ട്, സിനിമ ചെയ്തിട്ടുണ്ട്. ഇരുവഴി തിരിയുന്നിടെന്ന് പറഞ്ഞ പടത്തിലെ മണിച്ചേട്ടന്റെ പേരായിട്ടായിരുന്നു ഞാൻ ചെയ്യുന്നത്. ഓഫ് ബീറ്റ് മൂവി ആയിരുന്നു അത്. 2012 US ട്രിപ്പിനാണ് ആദ്യമായിട്ട് മണിച്ചേട്ടനൂടെ പോകുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീടുള്ള എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സമയങ്ങളിലും അച്ഛൻ മരിച്ച സമയത്തും അമ്മ മരിച്ച സമയങ്ങളിലും ഹോസ്പിറ്റലിൽ കിടന്ന സമയങ്ങളിലും ഒക്കെ എന്നെ ഫിനാൻഷ്യലി ഒക്കെ എന്നെ ഒത്തിരി അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയായിരുന്നു അദ്ദേഹം. എൻ്റെ കല്യാണത്തിന് വരിക, എൻഗേജ്മെൻറ്റിനും എല്ലാത്തിനും മുൻകൈ എടുത്ത് അങ്ങനെ നിന്ന എൻ്റെ ഒരു കുടുംബത്തിലെ ഒരാളെ പോലെ ആയിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം മരിച്ചത് എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് ആലോചിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരെ പോലെ തന്നെ എനിക്കും ഭയങ്കര വിഷമമാണ്. ഞങ്ങൾ അന്ന് ഷോ കഴിഞ്ഞിട്ട് വീണയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഭക്ഷണം അറേഞ്ച് ചെയ്ത് വെച്ചാൽ. ഞങ്ങൾ വീണയുടെ വീട്ടിൽ ചെന്ന് അവിടെ മുകളിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ വിവരം അറിയണത്. അതിനുശേഷം വീണ ഭയങ്കര കരച്ചിലായിരുന്നു. എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാതെ അന്ന് എല്ലാവരും ആ ഒരു ഇതിലാണ് നിന്നേച്ചത്.